കിൽമർ അബ്രിഗോർ ഗാർസിയ 28-29 വയസ്സുള്ള ഒരു യുവാവാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഒരു രാജ്യം പോലെയാണ്. അമേരിക്ക ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ. ഭയങ്കരം തന്നെയാണ്. ഒരു വ്യക്തിക്കെതിരെ അമേരിക്ക പോലൊരു മഹാരാജ്യം യുദ്ധം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ഒരു കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സംഗതി ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന്, അതായത് ട്രംപ് പ്രഖ്യാപിച്ച 1798 ശത്രു നിയമം, എനിമീസ് ആക്ട്, അതായത് ആരെയും പിടിച്ച് അകത്താക്കാം, പുറത്താക്കാം, ഇങ്ങനെയൊക്കെയുള്ള ആ നിയമം ശത്രുക്കളെ നേരിടുന്നതിന് വേണ്ടി യുദ്ധകാലത്ത് ഉപയോഗിക്കേണ്ട ഒരു നിയമമാണ്. ആ നിയമം ഉപയോഗിച്ച് ഈ വെനസ്വേലൻ ഗാങ് ട്രെൻ ഡി അരഗ്വ അവരെ ഭീകരവാദികളായിട്ട് പ്രഖ്യാപിച്ച്, ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ച് അവരെ നാട് കടത്തുന്നു. എൽ സാൽവദോറിലെ അതിക്രൂരമായ ജയിലിലേക്ക് നാട് കടത്തുന്നത് എന്തൊരു അഭിമാനകരമാണെന്ന് മനസ്സിലാവുന്നില്ല. 100 പേരും മറ്റുമാണ് ഒരു റൂമിൽ, ഒരു മുറിയിൽ 100 പേര് കിടക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ക്രൂരത എന്താണുള്ളത്? 23.5 മണിക്കൂർ അതിൻ്റെ അകത്ത് കിടക്കണം. അരമണിക്കൂർ അവരെ പുറത്തിറക്കി വിടും ഒരു ദിവസം. അതാണ് അവർക്ക് കിട്ടുന്ന ശിക്ഷ. അപ്പോൾ അത് കോടതിയൊക്കെ വിധിച്ചിട്ടാണ് സാധാരണ നിലയിൽ ഇങ്ങനെ ജയിലിലേക്കൊക്കെ അയക്കുന്നത്. ഇതിപ്പോൾ കോടതി വിധിയൊന്നുമില്ല, സർക്കാർ തീരുമാനിച്ചു, സർക്കാർ അങ്ങ് അയച്ചു. അതും അന്യരാജ്യത്തെ ഒരു ജയിലിലേക്ക് അയച്ചു. അതിലെ നിയമം എന്താണെന്നും വ്യക്തമാകുന്നില്ല. അപ്പോൾ എങ്ങനെയായാലും ഇങ്ങനെ അയച്ച ആദ്യത്തെ ബാച്ചിൽ അതിൽപ്പെട്ട ഒരാളായിരുന്നു ഈ കിൽമർ അബ്രിഗോ ഗാർഷിയ. അപ്പോൾ ഇയാളെ എൽ സാൽവദോറുകാരൻ തന്നെയാണ്. അപ്പോൾ ഇയാളെ പുറത്താക്കരുത് എന്ന് പറഞ്ഞ് 2019 ഒരു കോടതി വിധി ഉണ്ടായിരുന്നു. കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു, ഇമിഗ്രേഷൻ കോടതിയുടെ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇയാളെ പീഡിപ്പിക്കും. ആ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇയാളെ തിരിച്ചയക്കരുത്. ഇയാൾ ഇല്ലീഗലായിട്ട് വന്നതാണ്. വന്നതിന് ശേഷം പിന്നീട് ഇങ്ങനെ ഉള്ള ചില നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ, പരോൾ പോലുള്ള ഇങ്ങനെ ആനുകൂല്യത്തിൽ നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു അമേരിക്കൻ പൗരത്വമുള്ള സ്ത്രീയെ വിവാഹം ചെയ്തു. 1-2 കുട്ടികളുമുണ്ട്. അപ്പോൾ ആ കുട്ടി ഭാര്യയെ 2020 മർദ്ദിച്ചതിനൊക്കെ ഇയാൾക്കെതിരെ കേസുണ്ടായിരുന്നാണ് പറയുന്നത്. പക്ഷേ ഇയാൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ഭാര്യയാണ് ഇപ്പോൾ സജീവമായിട്ട് രംഗത്തുള്ളത്. അപ്പോൾ എന്തായാലും ഇയാളെ വിട്ടത് തെറ്റായിപ്പോയെന്ന് ഭരണകൂടം തന്നെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അയാളെ തിരിച്ചു കൊണ്ടുവരണം. അന്ന് ആ വിമാനം അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ജഡ്ജ് ബോവാസ്ബർഗ് അദ്ദേഹം തീരുമാനമെടുത്തതാണ്, ആ വിമാനം അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോകരുത്, ഇനി പോവുകയാണെങ്കിൽ ആ വിമാനം തിരിച്ചു കൊണ്ടുവരണമെന്ന് ഉത്തരവിട്ടതാണ്. പക്ഷേ സർക്കാർ മൈൻഡ് ചെയ്തില്ല. സർക്കാർ പറഞ്ഞു അതെല്ലാം പോയി കഴിഞ്ഞ് അതിനെപ്പറ്റി ഒന്നും തീരുമാനിക്കാൻ ജഡ്ജിക്ക് അധികാരമില്ല എന്നാണ് സർക്കാർ വാദിച്ചത്. അതിനുശേഷമാണ് ഈ ഇങ്ങേരുടെ കാര്യം, ഗാർസിയയുടെ കാര്യം കണ്ടെത്തുന്നത്. അപ്പോൾ ഗാർസിയയെ ഇല്ലീഗലായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്, തിരിച്ച് കൊണ്ടുവരണമെന്ന് വേറൊരു കോടതി ഉത്തരവിട്ടു. അപ്പോൾ ഗാർസിയ വേറൊരു രാജ്യത്താണ്. അവിടുത്തെ രാജ്യത്തിൻ്റെ കാര്യങ്ങളിലൊന്നും കോടതിക്ക് ഇടപെടാൻ പറ്റില്ല, കോടതി ഉത്തരവിട്ടാലൊന്നും അവിടുന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് സർക്കാർ വാദിച്ചു. അപ്പോൾ അതിനെതിരെ അപ്പീൽ കോടതിയിൽ പോയി. അപ്പീൽ കോടതിയും സർക്കാരിന് അനുകൂലമായിട്ടല്ല നിന്നത്, സുപ്രീം കോടതിയിൽ ചെന്നു. അപ്പോൾ സുപ്രീം കോടതി ആ നിയമം അനുസരിച്ച് ആളുകളെ അയക്കുന്നതിൽ തെറ്റില്ല എന്ന്, ആ നിയമം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് വിധിച്ചു. അതേസമയം തന്നെ ഒരു ജുഡീഷ്യൽ റിവ്യൂ വേണം. ഇവർക്ക് തൂക്കിക്കൊല്ലാനും കൊണ്ടുപോകുന്നതിന് മുമ്പാണെങ്കിലും ഒരു കുറ്റം ആരോപിക്കുമ്പോൾ അത് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയണമല്ലോ, ഒന്ന് തീരുമാനിക്കണമല്ലോ. അതിന് ഒരു ജുഡീഷ്യൽ റിവ്യൂയോട് കൂടി മാത്രമേ അയക്കാവുള്ളൂ എന്ന് പറഞ്ഞ് ഒരു തീരുമാനമെടുത്തു. അപ്പോൾ അതിനെതിരെ കഴിഞ്ഞ ദിവസം, ഇന്നലെ മിനിയാന്നോ, ഒരു സംഘം ആളുകളെ കൂടെ ടെക്സസിൽ നിന്ന് എൽ സാൽവദോറിലേക്ക് കൊണ്ടുപോകാനായിട്ട് വിമാനം തയ്യാറായി നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം വീണ്ടും ACLU ഒക്കെ കോടതിയിൽ പോയി. അപ്പം ജസ്റ്റിസ് ബോവാസ്ബർഗ് പറഞ്ഞ അത് ടെക്സസിലെ കാര്യമാണ്, ഇവിടെ വാഷിങ്ടൺ DC ആ കേസ് നിലനിൽക്കുന്നതല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. കാരണം അത് ആ പ്രോക്സിമിറ്റി, അടുത്തുള്ള സ്ഥലത്ത് വേണം കൊടുക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വീണ്ടും സുപ്രീം കോടതിയിൽ പോയി. അപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടു ആ വിമാനം പോകരുത്, അതിൻ്റെ വിമാനം തൽക്കാലം പോകാൻ പാടില്ല, അങ്ങോട്ട് ആളുകളെ അയക്കാൻ പാടില്ല. അത് ഈ കോടതി തീരുമാനിച്ചിട്ട് വേണം അയക്കാനായിട്ട്. ഇവർക്ക് പറയാനുള്ളതുകൂടെ കേട്ടിട്ട് വേണം അയക്കാനായിട്ട്. ഇവർ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന്. അപ്പോൾ ഈ ഗാർസിയയുടെ കാര്യത്തിൽ ഗാർസിയ പറയുന്നത് കേൾക്കാതെയാണ് പറഞ്ഞു വിട്ടത്. തിരിച്ചു കൊണ്ടുവരാനായിട്ട് സർക്കാരിനോട്ട് താല്പര്യവുമില്ല. സുപ്രീം കോടതി പറഞ്ഞിട്ട് സുപ്രീം കോടതിയും പറഞ്ഞു ഗാർസിയയെ തിരിച്ചു കൊണ്ടുവരണമെന്ന്. കീഴ്ക്കോടതി വീണ്ടും ആവശ്യപ്പെട്ടു, നിർദ്ദേശിച്ചു, അതിനെതിരെ നടപടികളൊക്കെ എടുക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭരണകൂടം തയ്യാറാവുന്നില്ല, ഭരണകൂടം മൈൻഡ് ചെയ്യുന്നില്ല. കോടതികളെ അനുസരിക്കാത്തൊരു സ്ഥിതി വന്നിരിക്കുന്നു. അപ്പോൾ കോടതിയും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ ഒരു സാധ്യത തന്നെ തെളിഞ്ഞു നിൽക്കുന്നു.
എന്തായാലും ഈ ഗാർസിയയുടെ കാര്യത്തിൽ ഗാർസിയ ഇപ്പം MS-13 അംഗമായിരുന്നു എന്ന് പറഞ്ഞ് പ്രസിഡന്റ് പിന്നെ പറയുന്നുണ്ട്. പ്രസിഡന്റ് അയാളുടെ കയ്യിൽ പിന്നെ പച്ച കുത്തിയിട്ടുണ്ട് MS-13 പിന്നെ ഇത്. അമേരിക്കൻ പ്രസിഡന്റൊക്കെ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പിന്നെ പ്രസ്താവന ഇറക്കിയാൽ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ചെറിയ കാര്യത്തിലൊക്കെ ഈ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഞങ്ങളുടെ ഒരു മണ്ടത്തരം പറ്റി അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റി അത് തിരുത്തുന്നതിന് പകരം ആ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ പുറകെ പിന്നെ ഈ അമേരിക്കൻ പ്രസിഡന്റ് പോലും രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ അത് ഖേദകരം തന്നെ. ഇപ്പം ഈ വിദ്യാർത്ഥികളെല്ലാം പുറത്താക്കുന്നു. ഒരുപാട് പൈസ മുടക്കിയാണ് ആ വിദ്യാർത്ഥികളെല്ലാം പഠിക്കാൻ ഇവിടെ വരുന്നത്. സൗജന്യമായിട്ട് ഇവിടുന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടി വന്നിരിക്കുന്നവരല്ല, പഠിക്കാൻ പൈസ കൊടുത്ത് വന്നവരാണ്. അപ്പോൾ അവരെ ചെറിയ കുറ്റങ്ങളുടെ പേരിൽ ഇപ്പം പ്രതിഷേധ പ്രകടനങ്ങളിലൊക്കെ പങ്കെടുത്തവരെ പറഞ്ഞു വിടുന്ന നമുക്ക് മനസ്സിലാക്കാം. അവർക്കതിനുള്ള ഒരവകാശമില്ല ഇവിടെ വന്നിട്ട് പ്രതിഷേധിക്കാനും പ്രകടനം നടത്താനും ഒന്നും. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ഈ പിന്നെ ഓവർടേക്ക് ചെയ്തതിലൊരു പ്രശ്നം, അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ ചെറിയ ചെറിയ കുറ്റങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി കുറ്റങ്ങൾ കണ്ടെത്തിയാൽ കൂടി അവരെ പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ശരിയാണോ എന്ന് മാത്രമല്ല, ഇവരത് ചെയ്തിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുന്നില്ല. അങ്ങനെ കേൾക്കാതെ അവരുടെ ആ സ്റ്റുഡൻറ്റ് ആയിട്ടുള്ള സേവിയസ് എന്ന് പറയുന്ന ആ ഡേറ്റാബേസിൽ നിന്ന് അവരുടെ പേരങ്ങ് നീക്കിക്കളയും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ക്രൂരകൃത്യമല്ലേ? ആളുകൾ പൈസ മുടക്കി ഇവിടെ വരുന്നവരോട് നീതിപൂർവ്വം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് അത് ഒന്ന് വെരിഫൈ ചെയ്യാനെങ്കിലും സർക്കാരിന് കഴിയേണ്ടതല്ലേ? അതിനുശേഷമല്ലേ ആളുകളെ പുറത്താക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ കിൽമർ പിന്നെ അബ്രിഗോ പിന്നെ ഗാർസിയക്കെതിരെയുള്ള ആ യുദ്ധം നിർത്തണം. അമേരിക്ക ഈ ചെറിയ കാര്യത്തിനൊക്കെ പിന്നെ പുറകെ പോകുക എന്ന് പറഞ്ഞാൽ എത്രയോ ഖേദകരമായ കാര്യമാണ്, എത്രയോ തരം താഴുന്ന കാര്യമാണ്.